ഒരു പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം ഞാനടക്കമുള്ള കേരളീയരെന്ന് അനുഭവിക്കുകയാണ്. കാരണം പല ഘട്ടങ്ങളിലും ഈ പ്രൊജക്ട് നിന്നുപോകുമോ എന്ന് സംശയപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രളയം വന്നു, ഓക്കി വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, അതിനുശേഷം വലിയ സമരങ്ങളുണ്ടായി. സമരങ്ങൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി അതിന് മറ്റു ചില ഛായകൾ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങളുണ്ടായി. അതിനൊക്കെ സമർത്ഥമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് തികച്ചും ഒരു സമന്വയത്തിന്റെ പാദത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പ്രൊജക്ടിന് ഏറ്റവും ആവശ്യമായി വന്നിരുന്നത് നമുക്ക് കല്ലിന്റെ ക്ഷാമം അനുഭവപ്പെടുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ ഒരുപാട് കോറികൾ നമുക്കുണ്ടായിരുന്നുവെങ്കിലും ഹൈക്കോടതി ഇടപെടലിന്റെ ഫലമായി പല കോറികളും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് പ്രൊജക്ട് നിന്നുപോകുമോ എന്ന ഘട്ടം വന്നപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും നിരന്തരമായി ബന്ധപ്പെടുകയും അവിടെ നിന്ന് കല്ലുകൾ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ സൌകര്യങ്ങൾ അന്ന് ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് പുതിയ ട്രാൻസ്പോർട്ട് വിഭാഗത്തിന്റെ സമരം വന്നത്. അവർ പറഞ്ഞു, വലിയ രീതിയിൽ തമിഴ്നാട്ടിലെ റോഡുകളിലൂടെ ഈ കല്ലുകൾ കടത്തിക്കൊണ്ടു പോകുന്നതുകൊണ്ട് ഇവിടുത്തെ റോഡുകൾ ചീത്തയായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം വന്നു. സ്വാഭാവികമായി അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തി വീണ്ടും ബജറ്റിന്റെ വർക്കുകൾ നടക്കുമ്പോഴാണ് ഇവിടെ സമരം രൂപപ്പെട്ടു വന്നത്. ഇവിടെ സമരസമിതി ഉയർത്തിയ ന്യായമായ എല്ലാ ആവശ്യങ്ങളോടും നല്ല രീതിയിൽ പ്രതികരിക്കാനും അത് പരിഹരിക്കാനും ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. ഒറ്റ ഡിമാൻഡ് മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞത്. പ്രൊജക്ട് നിർത്തിവെക്കണം എന്ന നിങ്ങളുടെ ഒരു ഡിമാൻഡ് ഒഴികെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് പറയുകയും ഓരോ പ്രശ്നങ്ങളെയും ആ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് ശ്രമിക്കുകയും ചെയ്തു. അന്ന് നമുക്കറിയാം, ആ സമരത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ പ്രധാനമായ ഒരു പങ്ക് UDF-നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആ സമരക്കാരോടൊപ്പം ചേരുകയും ആ സമരസമിതിയുടെ യോഗത്തിൽ വെച്ച് തന്നെ ഈ പ്രൊജക്ട് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും KPCC നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. എന്നാലും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, വിശിഷ്യ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ വിജയം വരിച്ചിട്ടുണ്ട്. അന്നത്തെ മന്ത്രി എന്ന നിലക്ക് ഉത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കാൻ എനിക്ക് കിട്ടിയ അവസരം ഏതാണ്ട് 2 വർഷവും 7 മാസവുമാണ്. അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്, മാധ്യമങ്ങളാണ്. എന്തായാലും ഈ തുറമുഖം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കമ്മീഷനിങ് നടത്തുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞതുപോലെ 2.5 വർഷക്കാലം അങ്ങ് അനുഭവിച്ച ആ ഒരു വെല്ലുവിളികൾ എത്രത്തോളം ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിൽ ആദ്യം എത്തുന്ന ഒരു വിശിഷ്ട വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ പോലും അങ്ങ് ഒരു തുറമുഖ വകുപ്പ് മന്ത്രിയായ അങ്ങ് തന്നെയാണ്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ചാരിതാർത്ഥ്യത്തിന്റെ ഒരു മുഹൂർത്തത്തിലൂടെ തന്നെ ഇപ്പോൾ കടന്നു പോകുന്നത് വൈകാരികമായ ഒരു നിമിഷം തന്നെയാണോ ഇത്? തീർച്ചയായും. സ്വാഭാവികമായും ഏറെക്കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ഒരു അമ്മക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന് ഈ പോർട്ടിന്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലാകുമോ എന്നൊക്കെയുള്ള ഘട്ടങ്ങളെ മറികടന്ന് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോർട്ടിന്റെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ഏറ്റുമുട്ടലില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്ന സന്തോഷകരമായ സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ഇതുവഴി കേരളത്തിന്റെ സമ്പദ്ഘടനയിലും ഇന്ത്യൻ സമ്പദ്ഘടനയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ സന്തോഷ നിമിഷത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നായി തന്നെ സ്വീകരിക്കാമെന്നാണ് എനിക്ക് പറയാൻ.